Morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Okay, ഈ ഇക്വേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ചെറിയൊരു ഭാഗം മാത്രം നമുക്ക് എടുക്കാനുള്ളൂ അല്ലെ. ഓക്കെ, പ്രൊസീജിയർ നമ്മൾ 9 വരെ പറഞ്ഞു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആണ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ആ ഭാഗവും കൂടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഫസ്റ്റ് പോയിന്റ് 8 പോയിന്റ് ആണ് കേട്ടോ അതിൽ നോക്കാനുള്ളത്. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. When they get confirmation that a patient has arrived, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ. ഓക്കെ, has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boy and patient attendants to shift the patient from ambulance to structure. എന്താണ്, ഒരു പേഷ്യന്റിനെ എമർജൻസി ആയിട്ട് ആംബുലൻസ് സർവീസിന്റെ സഹായത്തോടു കൂടി ഹോസ്പിറ്റൽ ക്യാമ്പസിൽ കൊണ്ടുവരുമ്പോ ആരെയാണ് നമ്മൾ ആദ്യം കോൾ ചെയ്യുന്നത്? വാർഡ് ബോയ് അല്ലേ. വാർഡ് ബോയിനെ ആദ്യം കോൾ ചെയ്യുന്നു. അവരെ വിളിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഈ വാർഡ് ബോയ് എന്ന് പറഞ്ഞത് അറ്റൻഡർമാരുണ്ടാവില്ലേ, അവരെയാണ് വാർഡ് ബോയ്സ് എന്ന് പറയുന്നത് കേട്ടോ. അവരാണ് ആദ്യം വന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എമർജൻസി പേഷ്യൻസുകളൊക്കെ വരുമ്പോ, അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത വീൽ ചെയറിലുള്ള പേഷ്യൻസിനെയൊക്കെ കൊണ്ടുവരുമ്പോ അറ്റൻഡേഴ്സ് വന്നിട്ട് അവരെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടില്ലേ? അവരെയാണ് വാർഡ് ബോയ്സ് എന്ന് പറയുന്നത്. അപ്പോ അവര് വന്ന് ആംബുലൻസിൽ നിന്ന് പേഷ്യൻസിനെ സ്ട്രക്ചറിലോട്ട് മാറ്റി കൊണ്ടുപോകുന്നു. ക്ലിയർ ആയോ? ഫസ്റ്റ് പോയിന്റ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ അഡ്മിഷനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ്? ആദ്യം വാർഡ് ബോയിനെ വിളിച്ചുകൊണ്ട് എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് വരുന്ന ഒരു രോഗിയെ വാർഡ് ബോയ്സിനെ ആദ്യം വിളിച്ച ശേഷം അവര് ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറിലോട്ട് ഇറക്കിയിട്ട് അവരാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുപോകുന്നത്. ഇനി അവര് കൊണ്ടുപോയി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുപോകുന്നു. അതിനുശേഷം എന്താണ്? ഗിവ് എ കോൾ ടു എ മെഡിക്കൽ ഓഫീസർ. മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത് ഡോക്ടറെയാണ് അല്ലെങ്കിൽ ഫിസിഷ്യനെയാണ് നമ്മൾ മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത് കേട്ടോ. അറിയാത്തവരെ എഴുതി വെക്കാം. മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഫിസിഷ്യൻ. ഓക്കെ, എമർജൻസി അല്ലെങ്കിൽ കാഷ്വാലിറ്റിയിലുള്ള ഫിസിഷ്യനെയാണ് നമ്മൾ മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കാണല്ലോ നമ്മൾ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇത് ചെയ്യുന്നുണ്ട്, വാർഡ് ബോയ്സ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുപോകുന്നു. അതിനുശേഷം മെഡിക്കൽ ഓഫീസറെ കോൾ ചെയ്യുന്നു, ഡോക്ടർ വരുന്നു. എന്നിട്ട് ഇത് ചെയ്യുന്നുണ്ട്, ആഫ്റ്റർ ദി മെഡിക്കൽ ഓഫീസർ എക്സാമൈൻസ് ദ പേഷ്യന്റ്, they ask him as to whether they have to shift a patient. അതിനുശേഷം മെഡിക്കൽ ഓഫീസറെ കോൾ ചെയ്തു. മെഡിക്കൽ ഓഫീസർ വന്നു. ഈ ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ട്? രോഗിയെ എക്സാമൈൻസ് അല്ലെ, നിരീക്ഷിക്കുന്നുണ്ട്. രോഗിയെ നിരീക്ഷിച്ച് ഇനി ഏത് വാർഡിലേക്കാണ് അല്ലെങ്കിൽ എവിടേക്കാണ് രോഗിയെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ക്ലിയർ ആയോ? 3 പോയിന്റ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ആംബുലൻസ് സർവീസിന്റെ സഹായത്തോടു കൂടി ഒരു രോഗിയെ എമർജൻസി ആയിട്ട് കൊണ്ടുവരുമ്പോ ഫസ്റ്റ് ആരെയാണ് കോൾ ചെയ്യുന്നത്? വാർഡ് ബോയിനെ കോൾ ചെയ്യുന്നു. വാർഡ് ബോയ് വന്ന് ആംബുലൻസിൽ നിന്ന് സ്ട്രക്ചറിലോട്ട് പേഷ്യൻസിനെ ഇറക്കി കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നു. അതിനുശേഷം മെഡിക്കൽ ഓഫീസർ വരുന്നു. മെഡിക്കൽ ഓഫീസർ രോഗിയെ നിരീക്ഷിച്ച ശേഷം ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു. ഇതാണ് 3 കാര്യങ്ങൾ കേട്ടോ. ഇനി എന്താണ്? ജനറലി ദേ ഷിഫ്റ്റ് the patient to the ICU, and after the patient becomes stable, only this then shift the patient to the concerned ward.
നമ്മൾ എന്താണ് ഇപ്പോൾ എമർജൻസി ആയിട്ട് ക്യാഷ് വാലറ്റിൽ നിന്ന് അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം ബന്ധപ്പെട്ട വാർഡിലേക്ക് അല്ലെ, ബന്ധപ്പെട്ട ICUയിലേക്കാണ്. ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന രോഗിയാണെങ്കിൽ ഏത് ICUയിലോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്? അറിയാൻ പറ്റോ? എവിടേക്കായിരിക്കും? ഏത് ICUയിലോട്ടായിരിക്കും കൊണ്ടുപോകുന്നത്? ക്യാഷ് വാലറ്റിലോട്ട് ഫസ്റ്റ് തന്നെ കൊണ്ടുവന്നിട്ട് കാർഡിയാക് ICUയിലോട്ടായിരിക്കും കൊണ്ടുപോകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസുകൾ, എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനെ ആദ്യം ക്യാഷ് വാലറ്റിലോട്ട് കൊണ്ടുവരുന്നു. ഒരു ഡോക്ടർ നോക്കുന്നു. ഡോക്ടർ നോക്കിയിട്ട് പറയുന്നു ഏത് ICUയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇനി എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന രോഗിയാണെങ്കിൽ കാർഡിയാക് ICUയിലോട്ട് കൊണ്ടുപോയി അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം, ICUയിൽ കിടന്ന് അദ്ദേഹം ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം എവിടേക്ക് മാറ്റുന്നു? കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ. ചിലപ്പോ വാർഡിലേക്കായിരിക്കാം, ചിലപ്പോ റൂമിലേക്കായിരിക്കാം. അവർക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്, വാർഡിലേക്ക് ആവാം, അല്ലെങ്കിൽ റൂമിലേക്കായിരിക്കാം. അങ്ങനെയുള്ള ബന്ധപ്പെട്ട വാർഡിലേക്ക് രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നു. 4 പോയിന്റ് വരെ ക്ലിയർ ആണോ? 4 പോയിന്റ് വരെയാണ് മിസ് പറഞ്ഞത്. 4 പോയിന്റ് വരെ നോക്കിയല്ലേ? ഓക്കെ. ഇനി എന്താണ്? ആഫ്റ്റർ കൗൺസിലിംഗ് വിത്ത് ദ കൺസൾട്ടന്റ് ആൻഡ് permissions of same day register patient in the IPD register and in their software too. ഇനി എന്താണ്? അതിനുശേഷം ബന്ധപ്പെട്ട വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് രോഗികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടേഴ്സ് മെഡിക്കൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് അല്ലെ. ഇപ്പോ ക്യാൻസർ പേഷ്യന്റ് ആണെങ്കിൽ, ക്യാൻസർ ബാധിച്ച ഒരു രോഗിയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകള്, അല്ലെങ്കിൽ രോഗം വരാതിരിക്കാനുള്ള കാരണങ്ങള്, അതുപോലെ തന്നെ എന്തെങ്കിലും മെഡിസിൻ അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ മെഡിസിൻസ് കൊടുക്കുമ്പോൾ അതുമായിട്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, സൈഡ് ഇഫക്ട്സുകൾ എന്തൊക്കെയാണ്, രോഗം വരാതിരിക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ രോഗിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ. അതിനെയാണ് മെഡിക്കൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ മെഡിക്കൽ കൗൺസിലിംഗ് കൊടുത്ത ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? ഈ രോഗിയുടെ പേര് വിവരങ്ങള്, എല്ലാ കാര്യങ്ങളും IPD രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുന്നു. IPD രജിസ്റ്റർ എന്തായിരിക്കും? എക്സ്പാൻഡ് ഫോം എന്താണ്? IPD രജിസ്റ്റർ എന്ന് പറഞ്ഞാല് എന്താവാം? IPD ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ കേട്ടോ. ഓക്കെ, വെരി ഗുഡ്. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷം ഇത് ചെയ്യുന്നുണ്ട്? രോഗിയുടെ പേര് വിവരങ്ങള് സോഫ്റ്റ്വെയറിൽ അല്ലെ, എന്താണ്, കമ്പ്യൂട്ടറിലേക്ക് എന്റർ ചെയ്യുന്നു. ഓക്കെ. ഇനി എന്താണ്? fill the patient's consent form and after telling them the purpose and meaning of the forms get it signed by the patient's relatives. നമ്മുടെ കൺസെന്റ് ഫോം ഫിൽ ചെയ്ത് കൊടുക്കും അല്ലെ. ആരാണ് ഫിൽ ചെയ്യുക കൺസെന്റ് ഫോം? കൺസെന്റ് ഫോം എന്താണ്? കൺസെന്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടുള്ള നമ്മള് സമ്മതപത്രമാണ്. അപ്പൊ എന്താണ്? ആ സമ്മതപത്രത്തില് എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്? രോഗിയുടെ റിലേറ്റീവോ അല്ലെങ്കിൽ രോഗിയോ എന്ത് ചെയ്യും? സൈൻ ചെയ്യണം അല്ലെ. സൈൻ ചെയ്ത് കൊടുക്കണം. സർജറി നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, കൺസെന്റ് ഫോം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പർപ്പസ്, ഇതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ രോഗിയുടെ റിലേറ്റീവ്സിനെ കൊണ്ട് സൈൻ ചെയ്യിക്കുന്നത്. കൺസെന്റ് ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യം എന്താണ്, അതിന്റെ ഉദ്ദേശം എന്നുള്ളത്, പർപ്പസ് എന്താണെന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരെ കൊണ്ട് അതിൽ സൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി എന്താണ്? send the file of patient to the corresponding part where the medical officer has asked the patient to be shifted. എന്ത് ചെയ്യുന്നുണ്ട്? രോഗിയെ ബന്ധപ്പെട്ട വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പോ ഈ മെഡിക്കൽ ഓഫീസർ പറയുന്നതനുസരിച്ചിട്ടാണ് രോഗിയെ ഏത് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നത്. മെഡിക്കൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടർ അല്ലെ, ഫിസിഷ്യൻ ആണ്. ഈ ഫിസിഷ്യൻ പറയുന്നതനുസരിച്ച് രോഗിയെ ബന്ധപ്പെട്ട വാർഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതോട് കൂടിയിട്ട് ആ വാർഡിലേക്ക് തന്നെ എന്ത് കൊടുക്കുന്നുണ്ട്? രോഗിയുടെ ഫയല് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി എന്താണ്? confirming that the file of the patient is received by the MO
of the corresponding ward. MO ആരായിരിക്കും? MO full form എന്തായിരിക്കും? MO. മെഡിക്കൽ ഓഫീസർ. ഓക്കെ, അപ്പൊ MO എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞ മെഡിക്കൽ ഓഫീസർ തന്നെയാണ് കേട്ടോ. ഡോക്ടർ ആവാം അല്ലെങ്കിൽ ഫിസിഷ്യൻ ആയിരിക്കാം. ഓക്കെ, ഡോക്ടർ ഓർ ഫിസിഷ്യൻ ആവാം മെഡിക്കൽ ഓഫീസർ. അപ്പൊ MO എക്സ്പാൻഡഡ് ഫോം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഓഫീസർ എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ വാർഡിലും ആ വാർഡുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ടാവും ഓരോ വാർഡിലും, അല്ലെ? അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും മെഡിക്കൽ ഓഫീസർ ഉണ്ടാവില്ലേ? അപ്പൊ ആ രോഗിയെ എവിടേക്കാണോ, ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വാർഡിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട MO മെഡിക്കൽ ഓഫീസർക്ക് ആ ഫയല് റിസീവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഫയല് അദ്ദേഹം അത് സ്വീകരിക്കുന്നു, ആ രോഗിയുടെ ഫയല് സ്വീകരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? 8th പോയിന്റ്. ഫസ്റ്റ് എന്താ പറഞ്ഞത്? എമർജൻസി കേസുമായിട്ട് വരുന്ന പേഷ്യന്റിനെ വാർഡ് ബോയ്, അല്ലെ? വാർഡ് ബോയ് ആയിരിക്കും സ്ട്രക്ചറിൽ ഇറക്കുന്നത്, അല്ലെ? എന്നിട്ട് എവിടേക്ക് കൊണ്ടുപോകും? കാഷ്വാലിറ്റിയിലോട്ട് കൊണ്ടുപോകുന്നു. അതിനുശേഷം മെഡിക്കൽ ഓഫീസർ വരുന്നു. മെഡിക്കൽ ഓഫീസർ പരിശോധിച്ച ശേഷം ഏത് വാർഡിലേക്കാണോ അല്ലെങ്കിൽ എവിടേക്കാണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. ഇനി അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് ചിലപ്പോ കാർഡിയാക് അറസ്റ്റുമായിട്ട് വരുന്ന പേഷ്യന്റ് ആവാം. അപ്പോ കാർഡിയാക് ഐസിയുവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പേഷ്യന്റ് ഒന്ന് സ്റ്റേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം ബന്ധപ്പെട്ട വാർഡിലേക്ക് ഐസിയുവിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ് പറഞ്ഞത്? രോഗികൾക്ക് മെഡിക്കൽ കൗൺസിലിംഗ് നൽകി. ആരാണ് കൊടുക്കുന്നത്? കൺസൾട്ടന്റ്, അല്ലെ? ഡോക്ടറാണ് കൊടുക്കുന്നത്. ഡോക്ടർ മെഡിക്കൽ കൗൺസിലിംഗ് കൊടുത്ത ശേഷം രോഗിയുടെ എല്ലാ കാര്യങ്ങളും IPD രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എവിടെയും എൻ്റർ ചെയ്ത് വെക്കുന്നുണ്ട്? സോഫ്റ്റ്വെയറിൽ, അല്ലെ? കമ്പ്യൂട്ടർ സിസ്റ്റത്തിലും രോഗിയുടെ എല്ലാ കാര്യങ്ങളും എൻ്റർ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെന്താണ്? ചിലപ്പോ രോഗികളെ കൊണ്ട് നമ്മളെ കൺസെന്റ് ഫോം ഫില്ല് ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഫില്ല് ചെയ്യിപ്പിക്കുന്നത്, അതുപോലെ സൈൻ ചെയ്യിപ്പിക്കുന്നത്, പർപ്പസ് എന്താണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം എന്താണ്? മെഡിക്കൽ ഓഫീസർ പറയുന്നതനുസരിച്ച് രോഗിയെ ഏത് വാർഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും അതിനുശേഷം രോഗിയുടെ ഫയല് ആ വാർഡിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഏത് വാർഡിലേക്കാണോ രോഗിയെ ഷിഫ്റ്റ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ ഓഫീസർക്ക് രോഗിയുടെ ഫയല്, അല്ലെങ്കിൽ ആ മെഡിക്കൽ ഓഫീസർ രോഗിയുടെ ഫയല് റിസീവ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. ഓക്കെ, ഇതാണ് 8th പോയിന്റ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണോ 8 പോയിന്റും? ഓക്കെ, അപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ് ആയി. ഇനി മിസ് എടുക്കാൻ പോകുന്നത് നെക്സ്റ്റ് മൊഡ്യൂൾ ആണ്. സെക്കൻഡ് മൊഡ്യൂളിലെ CSSD സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ് മിസ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ കേട്ടോ. ഓക്കെ,
ടെക്സ്റ്റ് ബുക്ക് എടുത്തോ എല്ലാവരും? ചാപ്റ്റർ കിട്ടിയോ? ചാപ്റ്റർ ഇല്ല, സെക്കൻഡ് മൊഡ്യൂളില്ല, പേജ് നമ്പർ 30. Chapter 5, Central Sterile Supply Department, CSSD. Okay. എന്താണ് CSSD എന്നറിയോ? എന്താണ് അവിടെ നടക്കുന്ന പ്രോസസ്സ് അറിയോ എന്താണെന്ന്? സ്റ്റെറിലൈസേഷൻ ആണ് അല്ലെ, അണുവിമുക്തമാക്കുന്നുണ്ട്. എന്താണ് അണുവിമുക്തമാക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? എന്തായിരിക്കാം? ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് എക്യുപ്മെന്റ്സ് ആണ്. അപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സർജിക്കൽ എക്യുപ്മെന്റ്സ്, എല്ലാ എക്യുപ്മെന്റ്സും പെടും കേട്ടോ. സർജറിയുമായിട്ട് ബന്ധപ്പെട്ട എക്യുപ്മെന്റ്സ് ആണ്. വെരി ഗുഡ്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ കുറച്ച് പേർക്കൊക്കെ അറിയാം. അപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, എന്താണ് CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഈ CSSD എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഇനി അതിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എന്താണ്, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പല ഡിപ്പാർട്ട്മെന്റുകളുണ്ടല്ലോ. അവയില് ഓരോ ഡിപ്പാർട്ട്മെന്റും പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കില്ല റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കില്ല ICU ഉപയോഗിക്കുന്നത് അല്ലെ. അതുപോലെ തന്നെ ഓർത്തോയിൽ ഉപയോഗിക്കുന്നതായിരിക്കില്ല നമ്മുടെ എന്താണ് പീഡിയാട്രിഷ്യൻ, അങ്ങനെയുള്ള കുട്ടികളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സും എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാതെ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളും മുൻപോട്ട് പോകാനായിട്ട് പറ്റില്ല, ആണോ? ഇപ്പോ സർജറിയുമായിട്ട് അല്ലെങ്കിൽ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിലെ ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ഓപ്പറേഷൻ നടത്താൻ പറ്റുമോ നമുക്ക്? ഇല്ല അല്ലെ, ഇല്ല, പറ്റില്ല. എന്തായാലും അതിന്റെ പ്രവർത്തനത്തിന് ഓപ്പറേഷൻ, ഒരു രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അവിടെ അത്യാവശ്യമാണ് അല്ലെ. ഓക്കെ, അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോ ഒരു രോഗിക്ക് ഓപ്പറേഷൻ ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് മറ്റൊരു രോഗിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു രോഗിക്ക് ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ് തന്നെ അല്ലെങ്കിൽ എക്യുപ്മെന്റ് തന്നെ മറ്റൊരു രോഗിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ, യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം? എന്താ ഇല്ല എന്ന് പറയാൻ കാരണം എന്താ? ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ടല്ലേ. ഒരു രോഗിയിൽ നിന്ന് ആ രോഗിയുടെ ഇൻഫെക്ഷൻ മറ്റൊരാളിലേക്ക് പകരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിപ്പാർട്ട്മെന്റില്, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റില് കൊണ്ടുപോയി ഒരു രോഗിക്ക് ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യുന്നത്? ക്ലീൻ ചെയ്ത് അത് അണുവിമുക്തമാക്കിയിട്ടായിരിക്കും ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ കൊണ്ടുവന്നത് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു കൊടുക്കും. അപ്പൊ ആ പ്രോസസ്സിംഗ് ആണ് നമ്മുടെ CSD ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്നത്. ക്ലിയർ ആയോ? ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ അവിടെ ഉപയോഗിച്ച ഇൻസ്ട്രുമെന്റ്സ്, ആ മലിനമായിട്ടുള്ള ഒരു രോഗിക്ക് ഉപയോഗിച്ച എക്യുപ്മെന്റ് കൊണ്ടുവന്ന് ഈ ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്ത് ഇവരത് ക്ലീൻ ആക്കി, വാഷ് ചെയ്ത് ക്ലീൻ ആക്കി അണുവിമുക്തമാക്കിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. കിട്ടിയോ? എന്താണ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാല്? ആ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി മനസ്സിലാവാത്തവരുണ്ടോ? ഓക്കെ, അപ്പൊ ഇനി നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ഒന്ന് നോക്കിക്കോളൂ. From an infection control view, it is necessary to make sure that proper disinfection of surgical equipment is done. If instruments are microbially tainted, this leads to an increased likelihood of contamination and later infection of the surgical wound. As a result, appropriate sterilization of surgical instruments is
suggested as one of the basic and accepted measures against the surgical site infection. എന്താണ് ഇവിടെ നടക്കുന്നത്? നമ്മൾ പറഞ്ഞു CSSD ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് വെച്ചാല് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്ന് അത് അണുവിമുക്തമാക്കിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രോസസ്സാണ് ഇവിടെ നടക്കുന്നത്. ഇനി എന്താണ്? ഇറ്റ് ഈസ് നെസസറി ടു മേക്ക് ഷുവർ ദാറ്റ് പ്രോപ്പർ ഡിസ്ഇൻഫെക്ഷൻ ഇസ് അല്ലെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒരു സർജറി ചെയ്യുമ്പോൾ ആ ഇൻസ്ട്രുമെന്റ്സ് എന്തായാലും എന്താണ് അണുവിമുക്തമാക്കണോ അല്ലെ അല്ലെങ്കിൽ എന്തുണ്ടാവും? ആ സർജിക്കൽ വൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സർജറി നടത്തുമ്പോൾ ഒരു മുറിവുണ്ടാവില്ലേ? അതിനെയാണ് നമ്മൾ സർജിക്കൽ വൗണ്ട് എന്ന് പറയുന്നത്. അവിടെ ഇനി വീണ്ടും ഒരാൾക്ക് യൂസ് ചെയ്തിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് നമ്മൾ വീണ്ടും അത് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അത് അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ഇൻസ്ട്രുമെന്റ്സും ഈ CSD ഡിപ്പാർട്ട്മെന്റിലോട്ട് കൊണ്ടുവന്ന് അണുവിമുക്തമാക്കിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. എന്താണ് മൈക്രോബൈക്കലി ടെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മാണു സംബന്ധമായ മൈക്രോബൈക്കലി മൈക്രോബൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മാണുവാണ്. അപ്പൊ സൂക്ഷ്മാണു സംബന്ധമായിട്ട് ടെയിൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമാക്കുക അല്ലെങ്കിൽ മലിനമാക്കുക. ഓരോ ഇൻസ്ട്രുമെന്റും എന്താണ്? എന്താണ് മൈക്രോബൈക്കലി ടെയിൻഡ് ആണ് അല്ലെ? സൂക്ഷ്മാണു അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കള് കൊണ്ട് മലിനമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അണുമുക്തമാക്കിയിട്ട് വേണം നമ്മള് അടുത്തൊരാൾക്ക് യൂസ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടും അതുപോലെ തന്നെ അംഗീകൃതമായിട്ടുള്ള ഒരു നടപടിക്രമം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓരോ എക്യുപ്മെന്റും അണുമുക്തമാക്കിയിട്ട് അതിനെ സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാം. ക്ലിയർ ആയോ? ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല് ഇൻട്രൊഡക്ഷനിൽ ഇത്രയാണ് പറയുന്നത് കേട്ടോ. കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടാമിനേഷൻ അശുദ്ധിയാക്കുക കേട്ടോ. ഓക്കെ. സ്റ്റെറിലൈസേഷൻ എന്താണ്? സ്റ്റെറിലൈസേഷൻ അറിയാത്തവർ എഴുതി വെക്കാട്ടോ. ഇതൊക്കെയാണ് അവയുടെ മീനിങ്. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. അണുവിമുക്തമാക്കുക. ഓക്കെ. ചേഞ്ച് എന്ന് പറഞ്ഞാല് മലിനമാവുക കേട്ടോ. ഓക്കെ. സർജിക്കൽ വൗണ്ട് അറിയാലോ? സർജറി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മുറിവ്. ഓക്കെ. അപ്പൊ സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സർജറിയില് ആ മുറിവില് ചിലപ്പോ വേറൊരാൾക്ക് വെച്ച ഇൻസ്ട്രുമെന്റ്സ് തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും അല്ലെ? ആ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനെയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇൻട്രൊഡക്ഷൻ മനസ്സിലായില്ലേ? ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാ മതി കേട്ടോ. ഓക്കെ. ഇനി എന്താണ് CSSD? വാട്ട് ഈസ് ദ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നോക്കിയൊന്ന്. The CSSD consists of those services within a hospital which accepts, stores, process, distributes and controls professional supplies and equipments, both sterile and non-sterile, and from all departments of the hospital for the care and safety of patients. എന്താണ് CSSD? സെൻട്രൽ സ്റ്റെറൈൽ ഡിപ്പാർട്ട്മെന്റ്. നമ്മള് ഒരു ഹോസ്പിറ്റലിന്റെ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞല്ലേ? ഓരോ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഹോസ്പിറ്റലില് കുറേ അധികം അല്ലെ പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്?
എക്യുപ്മെന്റ്സുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു, സ്വീകരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ ചെയ്ത് ഓരോ ഇൻസ്ട്രുമെന്റ്സും അല്ലെങ്കിൽ ഓരോ എക്യുപ്മെന്റ്സും ക്ലീൻ ആക്കി അത് വാഷ് ചെയ്ത് അണുവിമുക്തമാക്കിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ക്ലിയർ ആയോ? ആസെറ്റ് സ്റ്റോർസ്, പ്രോസസ്, ഡിസ്ട്രിബ്യൂട്ട്സ്. ഓക്കെ, എന്താണ് അതിൽ നടക്കുന്ന പ്രോസസ്സ്? CSD നടക്കുന്ന പ്രോസസ്സ് എന്താണ്? അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നു. അവര് CSD ഡിപ്പാർട്ട്മെന്റിലോട്ട് സ്വീകരിച്ച് അത് ക്ലീൻ ആക്കി അണുവിമുക്തമാക്കിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. ആൻഡ് കൺട്രോൾ പ്രൊഫഷണൽസ്, സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്, ബോത്ത് സ്റ്റെറൈൽ ആൻഡ് നോൺ സ്റ്റെറൈൽ അല്ലെ എക്യുപ്മെന്റ്സ്. ഇപ്പോ CSSD-യില് രണ്ട് തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ് ഉണ്ടാകുന്നത് അല്ലെ. ഇത് ചെയ്യുന്നുണ്ട് നമ്മൾ അതാത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മലിനമായിട്ടുള്ള അല്ലെ സ്റ്റെറൈൽ ആയിട്ടുള്ള എക്യുപ്മെന്റ് സ്വീകരിക്കുന്നുണ്ട്. ഇനി അതവിടെ ഇങ്ങനെ സ്വീകരിച്ചു വെക്കുകയും ചിലത് ഫസ്റ്റ് വന്നത് ഏതാണോ അത് എടുത്തുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ലേ? അപ്പൊ അവിടെ എന്ത് തരത്തിലുള്ള രണ്ട് തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് അവിടെ ഉണ്ടാകുന്നത് അല്ലെ. ക്ലീൻ ആക്കാത്തതും ക്ലീൻ ആയതും ഇല്ലേ? അങ്ങനെയല്ലേ ഉണ്ടാകുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്വീകരിക്കുന്നുണ്ട് ക്ലീൻ ആക്കാത്ത അല്ലെങ്കിൽ മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ നമ്മൾ സ്വീകരിച്ചു, അവിടെ വെച്ചു. ഇനി കുറെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോന്ന് എടുത്തിട്ടില്ലേ ക്ലീൻ ആക്കുന്നത്? രണ്ട് തരത്തിലുള്ള ക്ലീൻ ആക്കിയതും ക്ലീൻ ആവാത്തതുമായിട്ടുള്ള എക്യുപ്മെന്റ്സ്. സ്ക്രീൻ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ, മനസ്സിലായോ? രണ്ട് തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ആണ് CSSD-യിലുള്ളത്, സ്റ്റെറൈൽ ആക്കിയിട്ടുള്ളതും നോൺ സ്റ്റെറൈൽ എക്യുപ്മെന്റ്സും. ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്യുപ്മെന്റ്സുകള് നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് എക്യുപ്മെന്റ്സുകൾ ഇങ്ങനെ നമ്മള് അണുവിമുക്തമാക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? All department of the hospital for care and safety of patient അല്ലെ. അവിടെ വരുന്ന സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ, അവിടെ വരുന്ന പേഷ്യൻസിനും അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ പാരഗ്രാഫ് മനസ്സിലായോ? 3 കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്ന്, CSD-യിൽ നടക്കുന്ന പ്രോസസ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മള് മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ സ്വീകരിച്ച് അതെന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ ആക്കി അണുവിമുക്തമാക്കിയിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇനി എക്യുപ്മെന്റ്സുകൾ നമ്മുടെ CSD ഡിപ്പാർട്ട്മെന്റിൽ രണ്ട് തരത്തിലാണ് വരുന്നത് അല്ലെ. രണ്ട് തരത്തിൽ ഉണ്ട്. ഏതൊക്കെയാണ് വരുന്നത്? ഒരെണ്ണം വരുന്നത് എങ്ങനെയാണ്? ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മലിനമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും. അത് എന്ത് ചെയ്യുന്നുണ്ട്? അത് സ്വീകരിച്ചിട്ട് അണുവിമുക്തമാക്കും അല്ലെ. അപ്പൊ മലിനമായിട്ടുള്ളതും മലിനമാക്കാത്തതായിട്ടുള്ള രണ്ട് തരത്തിലുള്ള എക്യുപ്മെന്റ്സുകളാണ് ഇവിടെയുള്ളത്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ എക്യുപ്മെന്റ്സുകൾ നമ്മള് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്, അണുവിമുക്തമാക്കുന്നത്? ഹോസ്പിറ്റലില് വരുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കി ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ CSD എന്താണ് ഉള്ളത് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. പറയണം കേട്ടോ മിസ്സിനോട്.
സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ. PDF നോക്കിയിട്ട് സ്ക്രീനിൽ നോക്കിയിട്ട് എഴുതി വെക്കാം. ഓക്കെ, സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്നാണ്. PDF തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുക കേട്ടോ. SSIയുടെ ഫുൾ ഫോം ചോദിക്കാം. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, സർജറി ചെയ്യുന്നതിന്റെ ഭാഗത്തുണ്ടാകുന്ന ഇൻഫെക്ഷൻ. ഫസ്റ്റ് മൊഡ്യൂളിൽ മിസ് എടുക്കുന്ന ചാപ്റ്റേഴ്സ് കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ടാണ് മിസ് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ സ്ക്രീനിൽ നോക്കിക്കോളൂ. കറക്റ്റ് സ്പെല്ലിംഗ് എഴുതാം കേട്ടോ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ക്ലിയർ ആയോ? കഴിഞ്ഞോ രണ്ട് പാരഗ്രാഫും? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സർജറി ചെയ്യുമ്പോൾ ആ ഭാഗത്ത് മുറിവുണ്ടാവും അല്ലെ. നമ്മുടെ ശരീരം കട്ട് ചെയ്തിട്ടാണ് സർജറി ചെയ്യുന്നത്. ആ ഭാഗത്ത് ചിലപ്പോ നല്ല രീതിയിൽ ഇൻസ്ട്രുമെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടൊക്കെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. ഓക്കെ, അതാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. ഇനി നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് കേട്ടോ. അപ്പൊ CSSDയുടെ ഒബ്ജക്റ്റീവ്സ് ആയാലും ഫങ്ഷൻസ് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ചിലപ്പോ ഫങ്ഷൻസ് ഏതാണ് പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് അതിന്റെ ഹെഡിങ് നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഏതാണ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ചോദിച്ചാലും ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ആണ് ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ് അല്ലെ. അവിടെ എന്താണ് ചെയ്യുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മലിനമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്ന് സ്റ്റെറിലൈസ് ചെയ്ത് അണുക്തമാക്കിയിട്ട് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഡിപ്പാർട്ട്മെന്റിലേക്ക്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ഈ ഐറ്റംസ് മലിനമായ ഐറ്റംസ് കൊണ്ടുവന്നത് അത് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി സ്റ്റെറിലൈസ് ചെയ്തിട്ട് അതാണ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അതാണ് ഫസ്റ്റ് ഫങ്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. ഇനി എന്താണ്? ടു കോൺട്രിബ്യൂട്ട് ദ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ അല്ലെ. ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിലൂടെ പലതരത്തിലുള്ള ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം എന്താണ്? വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സ് അല്ലെ. ഇപ്പൊ ഒരു സർജറിക്ക് വേണ്ടിയിട്ട് ഒരു എക്യുപ്മെന്റ്സ് യൂസ് ചെയ്ത് അത് നമ്മള് പിന്നെയും അതെന്താണ് അത് മാറ്റി
പുതിയത് വാങ്ങിക്കാനായിട്ട് പറ്റുമോ? ഇപ്പോഴും നമുക്ക് പുതിയത് യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുതിയത് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? അത് വളരെ വിലപിടിപ്പുള്ള സർജറിക്ക് ഒക്കെ യൂസ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ആയാലും വളരെ വിലപിടിപ്പുള്ള ഐറ്റംസ് അല്ലെങ്കിൽ മെറ്റീരിയൽസ് ആയിരിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നുണ്ട്. അത് വാങ്ങിക്കുന്നത് ഒഴിവാക്കിയിട്ട് അത് വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? ടു കീപ് റെക്കോർഡ്സ് ഓഫ് ദ എഫിക്കസി ഓഫ് ക്ലീൻ disinfection and sterilization process. Efficacy എന്ന് പറഞ്ഞാല് കാര്യക്ഷമത. ഓക്കെ, എഫിക്കസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമത. അപ്പൊ എന്തൊക്കെ റെക്കോർഡ്സ് ആണ് ഇവിടെ കീപ്പ് ചെയ്യുന്നത്? CSP ഡിപ്പാർട്ട്മെന്റില് ഏതൊക്കെ റെക്കോർഡുകളാണ് കീപ്പ് ചെയ്ത് വെക്കുന്നത്? ക്ലീൻ ആക്കിയ അല്ലെ, ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ക്ലീൻ ആക്കിയിട്ട് അത് ഡിസിൻഫെക്റ്റ് ആക്കി സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അല്ലെ. ക്ലീൻ ആക്കിയ എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, ഡിസിൻഫെക്ഷൻ ആക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഓരോന്നും അവരെന്ത് ചെയ്ത് വെക്കുന്നുണ്ട്? റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ക്ലീൻ ആക്കിയിട്ടുള്ളതും അണുവിമുക്തമാക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് തരം തിരിച്ച് അവർ റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. പിന്നെന്താണ്? ടു എക്സിബിറ്റ് and impose controls necessary to avert cross infection. എന്താണ് avert എന്ന് പറഞ്ഞാൽ? എന്താണ് avert? എന്തായിരിക്കാം? ഒഴിവാക്കുക. ഓക്കെ, എക്സിബിറ്റ് എന്ന് പറഞ്ഞാലോ? എക്സിബിറ്റ് പ്രിവെന്റ് ചെയ്യാം. ഓക്കെ, ഒഴിവാക്കുക. എക്സിബിറ്റ് എന്താണ്? പ്രദർശിപ്പിക്കുക. ഇമ്പോസ് എന്തായിരിക്കാം? ഓക്കെ, എക്സിബിറ്റ് എന്ന് പറഞ്ഞാൽ പ്രദർശിപ്പിക്കുക അല്ലെ. ഇനി ക്രോസ് ഇൻഫെക്ഷൻ എന്താണ്? ക്രോസ് ഇൻഫെക്ഷൻ അറിയോ? എന്താണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന്? ക്രോസ് ഇൻഫെക്ഷൻ പഠിച്ചിട്ടില്ലേ നിങ്ങള്? ഇല്ല, അറിയില്ല. ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ എന്നിവ ബാക്ടീരിയയോ അല്ലെങ്കിൽ വൈറസോ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്, അതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. അറിയാത്തവർ എഴുതി വെക്കാം. ഓക്കെ, മിസ് പറയുമ്പോ എഴുതി വെക്കണം. ഓക്കെ, ഇപ്പൊ ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് പോലുള്ളവ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത്, അതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഈ ക്രോസ് ഇൻഫെക്ഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങള് പ്രദർശിപ്പിക്കുക, നടപടികള് എടുക്കുകയും അതുപോലെ തന്നെ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുക. ക്ലിയർ ആയോ? ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് ബാക്ടീരിയ വൈറസ് പോലുള്ളവ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതിനെയാണ് ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ക്രോസ് ഇൻഫെക്ഷൻസ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ആണ് ടു മെയിൻറ്റെയിൻ ദ ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. ഓരോരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുന്ന എക്യുപ്മെന്റ്സുകളുടെ ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? വിവര പട്ടിക. ഓക്കെ, ഇൻവെന്ററി എന്ന് പറഞ്ഞാല് വിവര പട്ടിക. ആ വിവര പട്ടിക എന്ത് ചെയ്യുന്നുണ്ട്? മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ്, to arrange a safe environment for the patient and staff. ഇതറിയാലോ, അവിടെ വരുന്ന പേഷ്യൻസിനായാലും അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിനായാലും ഒരു സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് CSFTയുടെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസിൽ പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് എന്താണ്? എന്തായിരുന്നു ഫസ്റ്റ് പോയിന്റ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും സ്റ്റെറിലൈസ് ആയിട്ടുള്ള അല്ലെ അണുവിമുക്തമാക്കിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കുന്നുണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നത്?
ഒരു മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് അത് കളയുകയാണോ, ഉപയോഗിച്ച ശേഷം കളയുകയല്ല ചെയ്യുന്നത് അല്ലെ. അത് വീണ്ടും ക്ലീൻ ആക്കി വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ക്ലീൻ ആക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, ഡിസിൻഫെക്ഷൻ ആക്കിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്, സ്റ്റെറിലൈസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുകയും അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നെന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വന്നിരിക്കുന്ന എക്യുപ്മെന്റ്സ് ആൻഡ് മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഐറ്റംസുകൾ ഏതൊക്കെയാണ് ത്തിന്റെ വിവര പട്ടികകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇൻവെന്ററി എന്ന് പറഞ്ഞാല് വിവര പട്ടിക മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ അവിടെ വരുന്ന സ്റ്റാഫിനായാലും അവിടെ വർക്ക് ചെയ്യുന്നവർക്കായാലും അതുപോലെ അവിടെ വരുന്ന പേഷ്യൻസിനും സേഫ്റ്റി എൻവയോൺമെന്റ്, ഒരു അന്തരീക്ഷം, നല്ല സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അറേഞ്ച് ചെയ്യുന്നു. ക്ലിയർ ആയോ? ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡിസൈനിങ് ഓഫ് എ CSST. ഓക്കെ, നമ്മളിപ്പോ ഏതൊരു ചാപ്റ്റർ, ഇപ്പോ ആക്സിഡന്റ് എമർജൻസി അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ്, ഇൻ പേഷ്യന്റ് ഒക്കെ പഠിച്ചപ്പോ അതിന്റെ ലൊക്കേഷൻ അല്ലെ, അതിന്റെ പ്രത്യേകതകൾ പഠിച്ചു, ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്. അപ്പോ നമ്മുടെ ഈ CST പഠിക്കുമ്പോഴും അതിന്റെ ഡിസൈൻ, എങ്ങനെയാണ് അതിന്റെ ലൊക്കേഷൻ, അതിന്റെ ഡിസൈൻ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങള്, കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അപ്പോ നോക്കിക്കോളൂ കേട്ടോ. ഡിസൈനിങ് ഓഫ് എ CSST. Size and location of CSST differs according to the hospital management. അപ്പൊ എന്താണ്, ഓരോ ഹോസ്പിറ്റൽ മാനേജ്മെന്റും അനുസരിച്ച് അതിന്റെ CSSTയുടെ സൈസും ലൊക്കേഷനും ഡിഫറെന്റ് ആയിരിക്കും, വ്യത്യാസപ്പെട്ടിരിക്കും. ഓരോ ഹോസ്പിറ്റൽ അല്ലെ, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ചുകൊണ്ട് CSSTയുടെ ലൊക്കേഷൻ ആയാലും സൈസിലായാലും വ്യത്യാസമുണ്ടായിരിക്കും. It should be located as near as possible to the OT. OT എന്താണ്? OTയുടെ ഫുൾ ഫോം എന്താ? ഓപ്പറേഷൻ തിയേറ്റർ. A&E ഡിപ്പാർട്ട്മെന്റ് ഓർമ്മയുണ്ടോ? എന്താണത്? A&E ഡിപ്പാർട്ട്മെന്റ്. A&E ഡിപ്പാർട്ട്മെന്റ് ഓർമ്മയില്ല? മറന്നുപോയാ പഠിച്ചത്? എന്താണ് A&E ഡിപ്പാർട്ട്മെന്റ്? അഡ്മിനിസ്ട്രേഷൻ ആണോ? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ആൻഡ് വാർഡ്. അപ്പോ ഈ ഓപ്പറേഷൻ തിയേറ്ററിന്റെയും അതുപോലെ തന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെയും വാർഡിന്റെയും തൊട്ടടുത്തായിരിക്കണം എന്ത് വരേണ്ടത്? CST ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത്. ഞാൻ പറഞ്ഞു അന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങള് അന്നു തന്നെ പഠിച്ചിട്ട് പോണം കേട്ടോ, അല്ലെങ്കിൽ മറന്നു പോകും, നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകും. ഓക്കെ ഓക്കെ, അപ്പോ ഇതാണ് ഈ CST ഡിപ്പാർട്ട്മെന്റ് എവിടെയാണ്, അത് ഏതിന്റെയൊക്കെ അടുത്താണ് വേണ്ടത്? ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ തന്നെ വാർഡ്. ഈ മൂന്നിന്റെയും അടുത്തായിരിക്കണം CST ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരിക്കേണ്ടത്. The CSD layout should be designed in the unidirectional flow. അപ്പോൾ CSSTയുടെ രൂപരേഖ, ലേഔട്ട് എന്ന് പറഞ്ഞാല് രൂപരേഖ എങ്ങനെയുള്ളതായിരിക്കണം? യൂണിഡയറക്ഷണൽ ഫ്ലോ ആണ്, ഒരേ സിംഗിൾ ഫ്ലോയിലാണ് പോകുന്നത്. അതിന്റെ ഡിസൈൻ കൺസെപ്റ്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. CST layout should be designed in a unidirectional flow. സിംഗിൾ ഫ്ലോയിലാണ് അതിന്റെ ഡിസൈൻ പോകുന്നത്.
In multi-stored buildings, CSP may be formed in a lower floor right under the OT, where perpendicular movement will be the swift possible movement of the materials. കുത്തനെ അല്ലെ മൾട്ടി സ്റ്റോർഡ് ബിൽഡിങ്സ് ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ എന്താണ് ഒരു നില കഴിഞ്ഞത് ചിലപ്പോ 2-3 നിലകളൊക്കെ ഉണ്ടെങ്കിൽ മൾട്ടി സ്റ്റോർഡ് ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ ഈ CSP വരേണ്ടത് ഓപ്പറേഷൻ തിയേറ്ററിലെ തൊട്ട് അടിയിലായിരിക്കണം. ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ ദ OT അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിലെ തൊട്ട് അടിയിലായിരിക്കണം CSP വരേണ്ടത്. പെർപെൻഡിക്കുലർ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുത്തനെ അല്ലെങ്കിൽ ലംബമായ മൂവ്മെന്റിലായിരിക്കണം ഇത് വരേണ്ടത്. ഓപ്പറേഷൻ തിയേറ്റർ ഇവിടെ ആണെങ്കിൽ അത് തൊട്ടടിയിലായിരിക്കണം CSP സ്ഥിതി ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? എന്തിനു വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ വേണമെന്ന് പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ടടിയിലായിരിക്കണം CSP ഡിപ്പാർട്ട്മെന്റ് വരേണ്ടത്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കാം? വെരി ഗുഡ്. കറക്റ്റ് ആയിട്ട് അല്ലെ മെറ്റീരിയൽസ് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് തന്നെ അതിന്റെ മൂവ്മെന്റ് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെ ഓപ്പറേഷൻ തിയേറ്ററിലാണ് കൂടുതലും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് അല്ലെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ആ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വേണമെന്ന് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ തൊട്ടടിയിലായിട്ടായിരിക്കണം CSP ഉണ്ടായിരിക്കേണ്ടത് എന്ന് പറയാനായിട്ടുള്ള കാരണം. ക്ലിയർ ആയോ? പാരഗ്രാഫ് മനസ്സിലായോ? ഓക്കെ, ഇനി ഡിസൈനിങ് നോക്കിയേ. ജനറൽ CSP ഡിസൈൻ കൺസെപ്റ്റ് നോക്കിക്കോളൂ. അതിൽ ഏരോ മാർക്ക് പോകുന്നത് കണ്ടോ? എന്താണ്? ഒരേ ദിശയിലോട്ടാണ് അല്ലെ, സിംഗിൾ ഫ്ലോയിലാണ് പോകുന്നത്. ക്ലിയർ ആയോ? അതിന്റെ കാണുന്നുണ്ടോ നിങ്ങള്? ഇവിടെ ചെറുതായിട്ട് ഏരോ മാർക്ക് ഉണ്ടോ ഈ സെക്ഷനില്? അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ 3 ഏരോ മാർക്ക് പോകുന്നത് ഏത് ഫ്ലോയിലാണ്? റൈറ്റിലോട്ടാണ് അല്ലെ പോകുന്നത്. ആണോ? ഒരേ ഫ്ലോയില് തന്നെയല്ലേ, ഒരു ഡയറക്ഷനിലോട്ട് തന്നെയല്ലേ പോകുന്നത്? അതാണ് പറയുന്നത് ഈ CSSPയുടെ രൂപരേഖ എന്ന് പറയുന്നത് യൂണി ഡയറക്ഷണൽ ഒരു സിംഗിൾ ഫ്ലോയിലാണ് പോകുന്നത്. ഇനി എന്താണ്? 3 സോണുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇതാണ് ഫസ്റ്റ് വൺ. സോളിഡ് സോൺ ഉണ്ട്, ക്ലീൻ സോൺ ഉണ്ട്, സ്റ്റീറൈൽ സോൺ ഉണ്ട്. അപ്പൊ CSSPയില് 3 സോണുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? സോളിഡ് സോൺ, സോയിൽഡ് സോൺ, അതുപോലെ തന്നെ ക്ലീൻ സോൺ ഉണ്ട്, സ്റ്റീറൈൽ സോൺ ഉണ്ട്. സോയിൽഡ് സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മലിനമായിട്ടുള്ള ഐറ്റംസ് വെച്ചിരിക്കുന്ന സോണിനെയാണ് നമ്മുടെ സോയിൽഡ് സോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മലിനമായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റിലും കൊണ്ടുവരുന്ന ഐറ്റംസ്. ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന ഐറ്റംസ് എവിടേക്ക് സ്വീകരിക്കുന്നുണ്ട്? നമ്മുടെ സോയിൽഡ് സോണിലേക്കായിരിക്കും ആദ്യം വെക്കുന്നത്. അവിടെയാണ് സോയിൽഡ് സോണിലാണ് മലിനമായിട്ടുള്ള ഐറ്റംസ് വെക്കുന്നത്. കിട്ടിയോ? സോയിൽഡ് സോൺ എന്താണെന്ന് ഇനി ഇവിടെ നോക്കിയേ. ഇനി സോയിൽഡ് സോണിന്റെ തൊട്ടിപ്പുറത്ത് ബരിയർ എന്ന് പറഞ്ഞിട്ട് കാണാം അല്ലെ. ബരിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബരിയർ ബരിയർ എന്ന് പറഞ്ഞാൽ തടസ്സം വെച്ചിരിക്കുന്നുണ്ട് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാവാം അങ്ങനെ തടസ്സം വെച്ചിരിക്കുന്നത് അല്ലെ? ആ പോർഷൻസ് ഡിവൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്, ഒരു തടസ്സം വെച്ചിട്ടുണ്ട് അല്ലെ. ക്ലീൻ സോണിനും സോയിൽഡ് സോണിനും നടുക്കൊരു തടസ്സമുണ്ട്. അതുപോലെ തന്നെ ക്ലീൻ സോണിനും സ്റ്റീറൈൽ സോണിന്റെ നടുക്ക് വെക്കുന്നുണ്ട് ഒരു തടസ്സമുണ്ട്. എന്തിനു വേണ്ടിയിട്ടാവാം അങ്ങനെ തടസ്സം വെച്ചിരിക്കുന്നത്? വെരി ഗുഡ്. എന്താണ്? ഇൻഫെക്ഷൻ അല്ലെ. ഇപ്പൊ ചിലപ്പോ മലിനമായിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവാം, അതുപോലെ തന്നെ ക്ലീൻ ആക്കിയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ടാവാം അല്ലെ. അപ്പൊ അത് രണ്ടും തമ്മിൽ മിക്സ് ആയി പോകാതിരിക്കാൻ ഇൻഫെക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ക്ലീൻ ആക്കിയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റെറൈൽ ആക്കിയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സിലോട്ട് ഈ അണുക്കള് കടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള തടസ്സം അവിടെ വെച്ചിരിക്കുന്നത്.
അപ്പോ സോയിൽഡ് സോണില് മലിനമായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ആ ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ സോണിലോട്ട് കൊണ്ടുവന്ന് ക്ലീൻ ആക്കും. ചിലപ്പോ ബ്ലഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് എന്തെങ്കിലും രക്തക്കറകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയാണ് ആ ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ആക്കുന്നത് ക്ലീൻ സോണില്. ഓക്കെ, ഇൻസ്ട്രുമെന്റ്സിൽ എന്തെങ്കിലും ഫ്ലൂയിഡ്സോ ബോഡി ഫ്ലൂയിഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കറകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ സോണിൽ വെച്ചത് ക്ലീൻ ചെയ്യുന്നു. എന്നിട്ട് എവിടേക്ക് കൊണ്ടുപോകുന്നു? സ്റ്റീറൈൽ സോണിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് സ്റ്റീറൈൽ സോണിലേക്ക് കൊണ്ടുപോയി സ്റ്റീറൈലൈസ് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ കൺസെപ്റ്റ് മനസ്സിലായോ? ഡിസൈൻ കൺസെപ്റ്റ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് സോയിൽഡ് സോൺ ആണ്. സെക്കൻഡ് വൺ ക്ലീൻ സോൺ. നെക്സ്റ്റ് വൺ ലാസ്റ്റ് വൺ ആണ് സ്റ്റീറൈൽ സോൺ. ഓക്കെ, ഇങ്ങനെ തടസ്സം വെച്ചിരിക്കുന്നത് രണ്ടും ഈ ക്ലീൻ സോണിലുള്ള ഐറ്റംസും അതുപോലെ തന്നെ സ്റ്റീറൈൽ സോണിലുള്ള ഐറ്റംസും രണ്ടും കൂടി മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുപോലെ ഇവിടെയും തടസ്സം അങ്ങനെ വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സോയിൽഡ് സോണിലെയും ക്ലീൻ സോണിലെയും ഐറ്റംസ് തമ്മില് മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ജനറൽ കൺസെപ്റ്റ് മനസ്സിലായോ? വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാവാത്തവർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളാം. ആന്റി ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നോ എന്താണെന്നാണോ ഒന്ന് പറഞ്ഞു കൊടുത്തേ. നമ്മൾ പഠിച്ചതാണ്, എടുത്തിരുന്ന ചാപ്റ്റർ ആണത്. ആരെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ ആ കുട്ടിക്കൊന്ന് പറഞ്ഞു കൊടുക്കൂ കേട്ടോ. എടുത്തു കഴിഞ്ഞ ചാപ്റ്റർ അല്ലെങ്കിൽ എടുക്കുന്ന സബ്ജക്റ്റ് അന്നന്ന് തന്നെ വായിച്ചു പോണോട്ടോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഒരു മൊഡ്യൂളിൽ തന്നെ 13 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ അന്നെടുക്കുന്ന ചാപ്റ്റേഴ്സ് അന്നന്ന് തന്നെ പഠിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് റെക്കോർഡിംഗ് ക്ലാസ്സിനെങ്കിലും കണ്ടിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്തവരാകാം, ചിലപ്പോ ക്ലാസ് തുടങ്ങിയപ്പോൾ ടെക്സ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലെക്ചർ നോട്ട് ചെയ്താൽ നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതി വെക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ട് വരും. ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങൾ ക്ലാസ് എടുത്ത് പോകും. ഓക്കെ, നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് മിസ് പറയുന്നത്. നിങ്ങളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടോ പറഞ്ഞതല്ല. ക്ലിയർ ആയില്ലേ? പെട്ടെന്ന് അങ്ങനെ ഇതെന്താണെന്ന് ചോദിച്ചപ്പോ ഒത്തിരി വിഷമം വന്നു. അതുകൊണ്ടാണ് അത്രയും എടുക്കുന്ന നമ്മള് ക്ലാസ് എടുക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോ അതറിയില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് നല്ല വിഷമം തോന്നി. അതുകൊണ്ടാണ് മിസ് ഒത്തിരി സംസാരിച്ചത്. ഓക്കെ, സാരമില്ല. നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഇതും കൂടി പറഞ്ഞിട്ട് മിസ് ക്ലാസ് നിർത്താം കേട്ടോ. പ്ലാനിങ് ഓഫ് CSST. ഓക്കെ, ജസ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നോക്കാം. The materials and items from taint or germ-free area should not be get mixed. നമ്മൾ പറഞ്ഞു അല്ലേ, ഇതിനകത്ത് സോണുകൾ നമ്മൾ പറഞ്ഞല്ലേ, ജസ്റ്റ് പാരഗ്രാഫ്സ് കൂടി പറഞ്ഞു തരാം കേട്ടോ. There should be physical fencing between solid, clean and sterile zone so that the risk of cross infection spread is reduced. അല്ലെ, നമ്മൾ പറഞ്ഞൂടെ
എന്താണ് 3 സോണുകൾ ഉണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ഒരു ബാരിയർ വെച്ചിട്ടുണ്ടല്ലേ, 2 സോണുകളും കൂടിയും അല്ലെങ്കിൽ 2 സോണിലെ ഐറ്റംസ് മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിസിക്കൽ ഫെൻസിങ് അല്ലെ, ഒരു തടസ്സം. ഫെൻസിങ് എന്ന് പറഞ്ഞാലും തടസ്സം തന്നെയാണ്, ബാരിയർ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? 2 ഐറ്റംസ് അല്ലെ, 2 സോണിലുള്ള ഐറ്റംസ് മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, ഇൻഫെക്ഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തടസ്സം വെച്ചിരിക്കുന്നത്. ഇനി എന്താണ്? സോ ദാറ്റ് റിസ്ക് അല്ലെ, നല്ല രീതിയിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. ഇൻഫെക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഫെക്ഷൻ നല്ല രീതിയിൽ പടർന്നു പിടിക്കാതിരിക്കാനും അതുപോലെ തന്നെ ഇൻഫെക്ഷൻ റെഡ്യൂസ് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഐറ്റംസിൽ സോയിൽഡ് സോണിലായാലും ക്ലേ സോണിലായാലും തടസ്സങ്ങൾ വെച്ചിരിക്കുന്നത്, ഫിസിക്കൽ ഫെൻസിങ് വെച്ചിരിക്കുന്നത്. ഇനി എന്താണ്? ദ ഫ്ലോർ ഷുഡ് ബി സ്മൂത്ത്. ഫ്ലോറിന്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? ഫ്ലോർ ഷുഡ് ബി സ്മൂത്ത് ആയിരിക്കണം. അതുപോലെ നോൺ സ്കിഡ് ആൻഡ് പവർഫുൾ. നോൺ സ്കിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെന്നിപ്പോവാ അല്ലെ. നോൺ സ്കിഡ് എന്ന് പറഞ്ഞാല് തെന്നിപ്പോവാത്ത രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ പവർഫുൾ ആവുന്ന രീതിയിലും സ്മൂത്ത് ആവുന്ന രീതിയിലും നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ടുള്ള രീതിയിലുമായിരിക്കണം ഫ്ലോർ ഉണ്ടായിരിക്കുന്നത്. ഇനി എന്താണ്? The clean area should be sustained at positive pressure. എന്താണ്? പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നിലനിർത്തുന്ന. സസ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാൽ നിലനിർത്തുന്ന രീതിയിലായിരിക്കണം ഒരു ക്ലീനിങ് ഏരിയയുടെ അറ്റ്മോസ്ഫിയർ. നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ക്ലീനിങ് ഏരിയക്ക് ഉണ്ടായിരിക്കുന്നത്. The area of work should be made. ഇനി ആ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കേണ്ടത്? മാർബിൾ ഓർ ഗ്രാനൈറ്റ് ഓർ സ്റ്റെയിൻലെസ് സ്റ്റീല്. ഓക്കെ, മാർബിളോ അല്ലെങ്കിൽ ഗ്രാനൈറ്റോ സ്റ്റെയിൻലെസ് സ്റ്റീല് കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതാവണം അവിടെ വർക്ക് ചെയ്യുന്ന ക്ലീനിങ് ഏരിയയുടെ ഏരിയ എന്ന് പറയുന്നത്. ഇനി എന്താണ്? The sterilization must be arranged for autoclaving by steam as well as by gas. 2 രീതിയിൽ ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റും, അണുവിമുക്തമാക്കാൻ പറ്റും. ഒന്നെങ്ങനെയാണ്? ഓട്ടോക്ലേവ് അല്ലെ, സ്റ്റീം സ്റ്റെറിലൈസേഷൻ, ആവിയില്. ഓക്കെ, സ്റ്റീം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവി ഉപയോഗിച്ച് അല്ലെങ്കിൽ ആവിയിൽ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാം. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാല് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്ന മെഷീനെയാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്യാസ്, കെമിക്കൽ ഗ്യാസ് നമ്മൾ പഠിക്കും കേട്ടോ, വരുന്ന പോർഷനിൽ നമ്മൾ പഠിക്കും. ക്ലിയർ ആവും നിങ്ങൾക്ക്. ഇത്രയും മാത്രം മനസ്സിലാക്കാം. ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട്, അണുവിമുക്തമാക്കാനായിട്ട് 2 രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, 2 രീതി ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റീം സ്റ്റെറിലൈസേഷനും അതുപോലെ തന്നെ ഗ്യാസ്, കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നത് ഓട്ടോക്ലേവ് മെഷീൻ ആണ്. ഇത്രയും മനസ്സിലായോ? ഓക്കെ ആണോ? ഇനി പറയണോ മിസ് ആ പാരഗ്രാഫ്? ക്ലിയർ ആണ്? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇത്രയും വരെയും നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓട്ടോക്ലേവ് മെഷീൻ നിങ്ങൾ നെക്സ്റ്റ് പോർഷനിൽ പഠിക്കും കേട്ടോ. നെക്സ്റ്റ് പോർഷനിൽ പഠിക്കുന്നുണ്ട്, ഇവിടെ പഠിക്കും നിങ്ങള്. ഓട്ടോക്ലേവ് ഉണ്ട് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. 2 കാര്യങ്ങൾ നിങ്ങൾ ആ ടൈമിൽ പഠിക്കും. ഓക്കെ, ക്ലിയർ ആയില്ല പാരഗ്രാഫ്? ഇനി ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഓക്കെ, ഇത്രയും വരെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിച്ചാൽ മതി. നിങ്ങൾ ഇപ്പൊ പറഞ്ഞു തരാം. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, ആർക്കും ഇല്ല. എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, താങ്ക് യു.